ഹായ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ പഠിക്കുക, സീരിയസ് ആയിട്ട് തന്നെ എക്സാമിനെ കണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ടൈം, നിങ്ങൾക്ക് പറ്റുന്ന പരമാവധി ടൈം നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. ഇന്ന് മുതൽ ഞാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സെക്കൻഡ് മൊഡ്യൂളും കൂടെ ഞാൻ ഇന്ന് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒപ്പം തന്നെ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ക്ലാസ്, അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിൻ്റെ കൂടെ തന്നെ ഈ ഒരു ക്ലാസ്സും കൂടെ കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാലും എല്ലാ മൊഡ്യൂളിൽ നിന്നും തുല്യമായിട്ടുള്ള മാർക്കാണുള്ളത്. അപ്പോൾ എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യുന്നതോടൊപ്പം എല്ലാ മൊഡ്യൂൾസും കവർ ചെയ്യുക, അതിനോടൊപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയാസ് നോക്കി പോവുക എന്നുള്ളതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത്. എല്ലാ മൊഡ്യൂൾസിലെയും എല്ലാ ടോപ്പിക്സും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാ മൊഡ്യൂൾസും നമുക്ക് കവർ ചെയ്യണം, അതിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യണം, അപ്പോൾ പഠിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ട് ഇന്ന് മുതൽ സെക്കൻഡ് മൊഡ്യൂൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിലെ ആ മൊഡ്യൂളിൽ തന്നെ എല്ലാ ഭാഗങ്ങളും സിലബസിൽ പറഞ്ഞിരിക്കുന്നത് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക. ഈ ഒരു ക്ലാസ്സിലും എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ വൈകിട്ട് ഞാൻ അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യും. രാവിലെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പറ്റുന്നതിൻ്റെ മാക്സിമം എല്ലാ ദിവസവും തന്നെ സെക്കൻഡ് മൊഡ്യൂൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് വരാം. ഈ സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു ഉദാഹരണം എടുക്കാം. നമ്മളൊക്കെ എന്തെങ്കിലും കുറച്ച് പൈസ നമ്മളുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ജോലിയില്ല എന്ന് വിചാരിക്കുക, കുറച്ച് പണം നമുക്ക് ഒരു മാസത്തേക്കുള്ള ചിലവിനായിട്ട്, ജോലിയുള്ളവർ നമുക്ക് വീട്ടിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും വീട്ടുകാരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ വീട്ടിലുള്ളവർ നമുക്ക് കുറച്ച് ക്യാഷ് തന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു 5000 രൂപ അല്ലെങ്കിൽ ഒരു 4000 രൂപ നമുക്കൊരു മന്ത്ലി നമുക്ക് ക്യാഷ് തന്നു എന്ന് വിചാരിക്കുക. ഈ 4000 രൂപ എന്ന് പറയുന്ന ഈ എമൗണ്ട് നമ്മളെ സംബന്ധിച്ച് അത് എന്താണ്, ഇപ്പം നമ്മുടെ കയ്യിലുള്ള ആകെ ടോട്ടൽ ഒരു ഫണ്ടാണ് അല്ലേ. ഈ ഫണ്ടിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ തീർക്കാം, അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മാസം വരെ നമുക്ക് ആ ഫണ്ട് വെച്ച് നമുക്ക് ഓടിക്കാം. ഇങ്ങനെ നമ്മൾ ഒരു ഫണ്ട് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ആ ഫണ്ടിനെ നമ്മൾ ഏത് രീതിയിലാണോ വിനിയോഗിക്കുന്നത് അതിനനുസരിച്ച് നമ്മളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടും. ഈ 4000 രൂപയിൽ തന്നെ നമ്മൾ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. ബാക്കി നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻസുകൾക്ക് മാത്രം, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകൾക്ക് വേണ്ടി മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എത്ര നന്നായി നമ്മളുടെ കയ്യിലുള്ള ഫണ്ടിനെ നമ്മൾ മാനേജ് ചെയ്യുന്നു. ഇനി ചില മാസങ്ങളിലാവട്ടെ നമുക്ക് ഈ എമൗണ്ട് തികയാതെ വരും. ചിലപ്പോൾ എന്തെങ്കിലും കണ്ടിജൻസീസ് വരാം, എന്തെങ്കിലും നമുക്ക് ഒരു ഹോസ്പിറ്റൽ ആവശ്യം വന്നാൽ ഈ ഒരു ഫണ്ട് നമുക്ക് തികയാതെ വരും. അപ്പം നമ്മൾ നിലവിലുള്ള ഫണ്ട് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ആരോടെങ്കിലും കടം ചോദിക്കാം, തിരിച്ചു കൊടുക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമ്മൾക്ക് കിട്ടുന്ന തുക, നമ്മളുടെ കയ്യിൽ നമുക്ക് ഫണ്ട് കിട്ടുമ്പോൾ ആ ഫണ്ടിനെ എത്ര നന്നായി നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആസ് ആൻ ഇൻഡിവിജ്വൽ നമ്മൾക്ക് തന്നെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാകുമ്പോൾ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എത്രയധികം ട്രാൻസാക്ഷൻസും എത്രയധികം നെറ്റ്വർത്തും ഉള്ള ഓർഗനൈസേഷൻസിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ഇത്രയും ഫണ്ട് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ കാര്യമാണ്. ഇവിടെയാണ് ഫിനാൻസ് എന്ന മേഖലയുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്
പഠിക്കുന്നതിന് മുമ്പ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫണ്ടിൻ്റെ ഫ്ലോ മാനേജ് ചെയ്യുക, അതാണ് ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഫീൽഡ് ഓഫ് ഫിനാൻസ്, നമ്മൾ ഫിനാൻസ് തന്നെ ഏതൊക്കെ ഏരിയയിലുള്ള മാനേജ്മെൻറ്റാണെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ, അത് സെൻട്രൽ ആവാം, സ്റ്റേറ്റ് ആവാം, ലോക്കൽ ഗവൺമെൻറ് ആവാം, ഇവരുടെ ധനവിനിയോഗവുമായി ബന്ധപ്പെട്ട ഏരിയാസാണ് ഈ പബ്ലിക് ഫിനാൻസിൽ വരുന്നത്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അവർ ഏത് രീതിയിലാണ് റവന്യൂ ജനറേറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള റവന്യൂ ജനറേഷൻ മോഡ്സ്, ടാക്സ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ എക്സ്പെൻഡിച്ചേഴ്സ്, ഏത് രീതിയിലാണ് അവർ ഫണ്ട് റേസ് ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ പല ബോണ്ടുകളും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ഈ സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസിനും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും, മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ അവരുടെ സെക്യൂരിറ്റി, ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള, ഷെയർ മാർക്കറ്റിലുള്ള സെക്യൂരിറ്റീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിസ്ക് റിട്ടേൺ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടങ്ങുന്ന ഒരു മേഖലയാണ് എന്ത്, സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് മേഖല. ഇവിടെ ഉദ്ദേശം നമ്മളൊരു സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, നമ്മുടെ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ നിന്നുള്ള റിട്ടേണും അല്ലേ, ആ മൂലധനം എങ്ങനെ നല്ല ഒരു ഗെയിൻ ഉണ്ടാക്കാം, ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളാണ് സെക്യൂരിറ്റീസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആണ്. പലപ്പോഴും ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് സാമ്പത്തിക ഇടപാടിൽ ഏർപ്പെടുമ്പോൾ, സാമ്പത്തിക ഇടപാടിൽ ഏർപ്പെടുക എന്നുദ്ദേശിക്കുന്നത് വ്യാവസായികപരമായിട്ടുള്ള ഇടപാടുകൾ വരുമ്പോൾ, വിൽപ്പന വാങ്ങലൊക്കെ വരുമ്പോൾ, ട്രേഡ് നടക്കുമ്പോൾ അവിടെ കുറേ ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ വരുന്നുണ്ട്, പണം രാജ്യത്തിന് പുറത്ത് പോകുന്നുണ്ട്, രാജ്യത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഫ്ലേഷൻ അല്ലേ, കറൻസിയുടെ ചേഞ്ച്, ഫ്ലക്ച്വേറ്റിംഗ് എക്സ്ചേഞ്ച് റേറ്റ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളടങ്ങുന്ന ഒരു മേഖലയാണ് എന്ത്, ഇൻ്റർനാഷണൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ആണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓർഗനൈസേഷൻസിൻ്റെ അല്ലെങ്കിൽ ഫേംസിൻ്റെ അവരുടെ നിക്ഷേപവുമായിട്ട് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങളടങ്ങുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഏത് രീതിയിലുള്ള നിക്ഷേപങ്ങളാണ് നടത്തേണ്ടത്, എവിടെയാണ് ഒരു കമ്പനി പ്രവർത്തിക്കേണ്ടത്, ഏത് മേഖലയിലാണ് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമുക്ക് നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മൂലധനം കണ്ടെത്തേണ്ടത്, ഇതെല്ലാം അടങ്ങുന്ന ഒരു കൂട്ടം കാര്യങ്ങളടങ്ങുന്ന ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഫിനാൻസ് എന്ന ഒരു മേഖലയെ 5 തലത്തിൽ നമുക്ക് കാണാമെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചെറിയൊരു ഡെഫിനിഷൻ പോലെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സിമ്പിളായി പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മൂലധനത്തെ, ഫണ്ടിനെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, ഇനി അഡീഷണലായിട്ട് ഫണ്ടുകൾ എങ്ങനെ കണ്ടെത്തണം, ഏത് രീതിയിലായിരിക്കണം എന്നുള്ള കുറേയധികം കാര്യങ്ങൾ അടങ്ങുന്ന ഒരു മേഖലയാണ് എന്ത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഉദ്ദേശം നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക, നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കുക, ഒപ്പം തന്നെ നമ്മൾ ഒരു എക്കണോമിക് എൻവയോൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അതർ എൻറ്റിറ്റീസുമായിട്ട്, അതായത് ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ്സുമായിട്ട്, കസ്റ്റമേഴ്സായിട്ട്, ട്രേഡേഴ്സായിട്ട്, ഗവൺമെൻറ്റായിട്ട്, സപ്ലയേഴ്സായിട്ട്, അതുപോലെ തന്നെ നമ്മളുടെ കൺസ്യൂമേഴ്സായിട്ടും ഒക്കെ നല്ല ഒരു എക്കണോമിക്കലായിട്ട് തന്നെ ഒരു നല്ല ഒരു റിലേഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിനെ സഹായിക്കുന്ന, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്.
അപ്പോൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ വരുന്ന രണ്ട് മെയിൻ അവരുടെ പർപ്പസാണ്. ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക, രണ്ട് ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെയാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നു. ഇത് എന്താ അവിടെ പറയുന്നത്? ഏത് ബിസിനസ്സിലാണ് അല്ലെങ്കിൽ ഏത് അസറ്റിലാണ് നമ്മുടെ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് പ്രോജക്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനം. നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യണോ, ഇത്തരം പല തീരുമാനങ്ങൾ നമുക്ക് പല രീതിയിൽ. ഈ തീരുമാനങ്ങൾ വെറുതെ നോക്കിക്കണ്ടല്ല, ഇതിൽ നിന്ന് ഓരോന്നിൻ്റെയും എക്സ്പെൻസുകളും ഓരോന്നിൽ നിന്നും വരുന്ന കോസ്റ്റും അതിൻ്റെ ബെനഫിറ്റ് അനാലിസിസൊക്കെ നടത്തിയിട്ടാണ് ഈ ഒരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളടങ്ങുന്ന ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം, ഹൗ ടു ടേക്ക് എ ഗുഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, എങ്ങനെ നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിഷൻ. ഒരു കമ്പനി അതിൻ്റെ മൂലധനം എങ്ങനെ കണ്ടെത്തണം, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഫേം അതിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ മൂലധനം എങ്ങനെ സ്വരൂപിക്കാം എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ഡിസിഷനിൽ വരുന്നത്. ഷെയർസ് ഇഷ്യൂ ഷെയർ തന്നെ പല ടൈപ്പിലുള്ള ഷെയർ ഉണ്ടല്ലോ, ഇക്വിറ്റി ഷെയർ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്. നമ്മുടെ മൂലധനത്തിൽ നമ്മൾ കൂടുതലായിട്ടും ഷെയറാണോ, ഓൺ ക്യാപിറ്റലാണോ, അല്ലെങ്കിൽ ബോറോഡ് ക്യാപിറ്റൽ, ഡിബഞ്ചർ പോലുള്ള, അല്ലെങ്കിൽ ലോൺ എടുക്കണോ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണോ, ഏതാണ് ചെയ്യേണ്ടത്? ഇനി രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സായിട്ട് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം, ഏത് പ്രൊപ്പോർഷനിലായിരിക്കണം ഡെറ്റും ഇക്വിറ്റിയും, ഇത്തരം കുറേ കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ഡിസിഷനിൽ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസും ഫിനാൻഷ്യൽ ഡിസിഷൻസും നല്ല പോലെ എടുക്കാനും നമ്മളുടെ ഓർഗനൈസേഷൻസിൻ്റെ ഫണ്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ ഗെയിൻസ് ഉണ്ടാക്കാനും കൂടുതൽ വളർച്ച ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒരു ഏരിയ ഓഫ് സ്റ്റഡിയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി വരും ക്ലാസ്സുകളിൽ കൂടുതൽ കാര്യങ്ങൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.